നമസ്കാരം. ആസാദി വാർത്തയുടെ നൈറ്റ് ഷേക്ക് സ്വാഗതം. നോക്കാം ഇന്നത്തെ പ്രധാനപ്പെട്ട വിശേഷങ്ങൾ. ഇന്ത്യയിലെ ജനങ്ങൾക്ക് നന്ദി. ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് രാജ്യങ്ങൾക്ക് മിസൈൽ നന്ദി സന്ദേശം എഴുതി ഇറാൻ. പാചകവാതക പ്രതിസന്ധി, സംസ്ഥാനത്ത് വാറൂം, 10 IAS ഉദ്യോഗസ്ഥർക്ക് ചുമതല. മെട്രോയോട് ആവശ്യപ്പെട്ടത് മോശം കമന്റുകൾ നീക്കാൻ വിശദീകരണവുമായി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ. ബീഹാറിൽ 3 കുട്ടികളെ അമ്മാവൻ കട്ടർ ഉപയോഗിച്ച് കഴുത്തറുത്ത് കൊന്നു. പ്രതിഭയ്ക്കെതിരെ അധിക്ഷേപം, മുസ്ലിം ലീഗ് നേതാവിനെ അറസ്റ്റ് ചെയ്തു. MP സ്ഥാനം BJPക്ക് ദാനം ചെയ്തവർ ഇടതുപക്ഷത്തെ പഠിപ്പിക്കേണ്ട KC വേണുഗോപാലിന് വൃന്ദാക്കാരാട്ടിന്റെ മറുപടി. ഗോപാലകൃഷ്ണന്റെ വിദേശ പ്രസംഗത്തിന്റെ ആഘാതം എങ്ങനെ മറികടക്കും? തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് ഹൈക്കോടതി. വിശദമായ വാർത്തകളിലേക്ക് പോകാം. പാചകവാതക പ്രതിസന്ധി, സംസ്ഥാനത്ത് വാറൂം തുറന്നു. IAS ഉദ്യോഗസ്ഥർക്ക് ചുമതല. പശ്ചിമേഷ്യൻ യുദ്ധത്തെ തുടർന്ന് രാജ്യം കനത്ത പാചകവാതക പ്രതിസന്ധി നേരിടുന്ന സാഹചര്യത്തിൽ സംസ്ഥാനത്ത് LPG വാറൂം സംവിധാനം സജ്ജമാക്കി സംസ്ഥാന സർക്കാർ. സെക്രട്ടേറിയറ്റ് കേന്ദ്രീകരിച്ച് 10 IAS ഉദ്യോഗസ്ഥരുടെ നേരിട്ടുള്ള മേൽനോട്ടത്തിലാണ് വാറൂം പ്രവർത്തിക്കുക. 3 ഷിഫ്റ്റുകളായി 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന സംവിധാനമാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. പ്രതിസന്ധി മുതലെടുത്ത് നടത്തുന്ന പൂഴ്ത്തിവയ്പ്, കരിഞ്ചന്ത അമിതവില ഈടാക്കൽ എന്നിവ തടയാൻ കർശന നടപടി ഉണ്ടാകും. സിലിണ്ടറുകളിലെ തൂക്കക്കുറവ് പരിശോധിക്കാനും പ്രത്യേക സ്ക്വാഡുകളെ നിയോഗിച്ചിട്ടുണ്ട്. സംസ്ഥാനതല വാറൂമിന് പുറമെ എല്ലാ ജില്ലകളിലും കലക്ടർമാരുടെ നേതൃത്വത്തിൽ ജില്ലാതല വാറൂമുകളും പ്രവർത്തനം ആരംഭിച്ചു. പശ്ചിമേഷ്യയിലെ സംഘർഷം കാരണം ഇന്ധന ഇറക്കുമതി തടസ്സപ്പെട്ടതോടെ പാചകവാതക വിതരണത്തിൽ 30% വരെ കുറവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇത് വീടുകളിലെ അടുക്കളകളെയും ഹോട്ടൽ മേഖലയെയും ഒരുപോലെ പ്രതിസന്ധിയിൽ ആക്കി. ഹോട്ടലുകൾക്കും മറ്റും നൽകുന്ന വാണിജ്യ സിലിണ്ടറുകളുടെ വിതരണത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അടിയന്തരമല്ലാത്ത മേഖലകളിലേക്കുള്ള വിതരണം താൽക്കാലികമായി നിർത്തിവെക്കാൻ LPG ഫെഡറേഷൻ നിർദ്ദേശം നൽകി. എന്നാൽ ആശുപത്രികൾ, സ്കൂളുകൾ, അനാഥാലയങ്ങൾ തുടങ്ങിയവ അത്യാവശ്യ വിഭാഗങ്ങൾക്ക് സിലിണ്ടർ വിതരണത്തിൽ മുൻഗണന നൽകും. സംസ്ഥാനത്തെ പാചകവാതക ലഭ്യത ഉറപ്പാക്കാൻ കേന്ദ്ര സർക്കാരുമായും എണ്ണ കമ്പനികളുമായും സംസ്ഥാന സർക്കാർ നിരന്തരം ബന്ധപ്പെട്ട് വരികയാണ്. രാജ്യത്ത് പാചകവാതക പ്രതിസന്ധി രൂക്ഷമായി തുടരുമ്പോൾ കേന്ദ്രം മൗനം പാലിക്കുന്ന സാഹചര്യത്തിലാണ് സംസ്ഥാന സർക്കാരിൻ്റെ ഈ മാതൃകാപരമായ ബദൽ. പാചകവാതക വിതരണം, കണ്ണൂർ ജില്ലയിൽ കൺട്രോൾ റൂം തുറന്നു. പാചകവാതക വിതരണവുമായി ബന്ധപ്പെട്ട് പ്രശ്നങ്ങൾക്ക് അടിയന്തര പരിഹാരം കാണുന്നതിന് ജില്ലാ താലൂക്ക് സപ്ലൈ ഓഫീസുകളിൽ എമർജൻസി സെല്ലിൽ കൺട്രോൾ റൂം തുറന്നു. ജില്ലാ കൺട്രോൾ റൂം 94 96 36 06 16. മേലെച്ചൊവ്വയിൽ നിർമ്മിക്കുന്ന ഫ്ലൈ ഓവറിന്റെ പൈലിംഗ് ആരംഭിച്ചു. കണ്ണൂർ നഗരത്തിലെ ഗതാഗതക്കുരുക്ക് കഴിക്കാനായി മേലെച്ചൊവ്വയിൽ നിർമ്മിക്കുന്ന ഫ്ലൈ ഓവറിന്റെ പൈലിംഗ് ആരംഭിച്ചു. നിർമ്മാണ പ്രവൃത്തി തെരഞ്ഞെടുപ്പ് തിരക്കിനിടയിലും രാമേന്ദ്രൻ കടന്നപ്പള്ളി സന്ദർശിച്ചു വിലയിരുത്തി. ഗതാഗതക്കുരുക്ക് പരമാവധി ഒഴിവാക്കിക്കൊണ്ട് ഊരാളുങ്കൽ സൊസൈറ്റിയാണ് നിർമ്മാണം നടത്തുന്നത്. ഫ്ലൈ ഓവറിന്റെ നീളം 424.6 മീറ്ററാണ്. 600 മീറ്റർ പുതിയ സർവീസ് റോഡുമുണ്ട്. തലശ്ശേരി കൂത്തുപറമ്പ് ഭാഗത്തേക്ക് പാലം വഴിയും മട്ടന്നൂർ ഭാഗത്തേക്ക് അപ്രോച്ച് റോഡ് വഴി തിരിഞ്ഞും പോകാൻ പാകത്തിലാണ് പാലവും റോഡും നിർമ്മിക്കുന്നത്. LDF സർക്കാർ വീണ്ടും അധികാരത്തിൽ വന്നാൽ 1 വർഷത്തിനകം പാലത്തിന്റെ നിർമ്മാണം പൂർത്തിയാവുമെന്ന് കടന്നപ്പള്ളി പറഞ്ഞു. കണ്ണൂർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോഓപ്പറേറ്റീവ് മാനേജ്മെന്റിന് ദേശീയ അംഗീകാരം. ദേശീയ സഹകരണ പരിശീലന കൗൺസിലിന്റെ കീഴിൽ രാജ്യത്തെമ്പാടും പ്രവർത്തിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോഓപ്പറേറ്റീവ് മാനേജ്മെന്റ് സ്ഥാപനങ്ങളിൽ മികച്ച ഇൻസ്റ്റിറ്റ്യൂട്ടായി പറശ്ശിനിക്കടവിലുള്ള കണ്ണൂർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോഓപ്പറേറ്റീവ് മാനേജ്മെന്റിനെ തിരഞ്ഞെടുത്തു. കഴിഞ്ഞ വർഷം നടത്തിയ പരിശീലന പരിപാടികളിൽ ഏറ്റവും കൂടുതൽ പരിശീലന പരിപാടികൾ സംഘടിപ്പിക്കുകയും കൂടുതൽ ആളുകളിലേക്ക് സഹകരണ പരിശീലനം എത്തിക്കുകയും ചെയ്തതിനാണ് ഈ അംഗീകാരം. 333 പരിശീലന പരിപാടികളിലൂടെ 28,114 സഹകാരികൾക്ക് ഫലപ്രദമായ പരിശീലനം നൽകുക വഴി ദേശീയതലത്തിൽ മികച്ച പ്രവർത്തനമാണ് കണ്ണൂർ ഇൻസ്റ്റിറ്റ്യൂട്ട് കാഴ്ചവെച്ചത്. പൂനെ വൈകുണ്ഠ്യമെത്ത നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോഓപ്പറേറ്റീവ് മാനേജ്മെന്റിൽ നടന്ന ഡയറക്ടേഴ്സ് കോൺഫറൻസ് വെച്ച് ദേശീയ സഹകരണ പരിശീലന കൗൺസിൽ സെക്രട്ടറി മീനു S. പതക്കൽ നിന്നും കണ്ണൂർ ICM ഡയറക്ടർ ഡോക്ടർ AK സക്കീർ ഹുസൈൻ ഓർഡർ ഓഫ് എക്സലൻസ് സർട്ടിഫിക്കറ്റ് ഏറ്റുവാങ്ങി. വാമനിക്കോ ഡയറക്ടർ ഡോക്ടർ SK മൊഹന്തി അധ്യക്ഷനായിരുന്നു. കണ്ണൂർ ICM സീനിയർ ഫാക്കൽറ്റി മെമ്പർമാരായ VN ബാബു, CV വിനോദ് കുമാർ, I അഭിലാഷ് എന്നിവർ സംബന്ധിച്ചു. ഇസ്രായേലിനെതിരെ പ്രത്യാക്രമണം കടുപ്പിച്ച് ഇറാൻ. ഇസ്രായേലിന് നേരെ തൊടുത്ത മിസൈലുകളിൽ യുദ്ധത്തിൽ തങ്ങൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച രാജ്യങ്ങൾക്ക് ഇറാൻ നന്ദി സന്ദേശം എഴുതി. ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലെ ജനങ്ങൾക്ക് നന്ദി അറിയിക്കുന്ന കുറിപ്പാണ് മിസൈലുകളിൽ എഴുതിയത്.
ജർമ്മനിയിലെ ജനങ്ങൾക്ക് നന്ദി, ഇന്ത്യയിലെ ജനങ്ങൾക്ക് നന്ദി എന്ന് മിസൈലുകൾ എഴുതിയിരിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. സ്പെയിൻ, പാകിസ്ഥാൻ തുടങ്ങിയ രാജ്യങ്ങൾക്കും നന്ദി അറിയിച്ചുകൊണ്ടുള്ള എഴുത്ത് മിസൈലുകളുണ്ട്. ഇറാന്റെ എയ്റോസ്പേസിന്റെ ഭാഗമായ ഉദ്യോഗസ്ഥർ മിസൈലുകളിൽ എഴുതുന്നതിന്റെ ദൃശ്യങ്ങളും സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുകയാണ്. വെള്ളിയാഴ്ച 83ാമത്തെ ആക്രമണം നടത്തിയതായി ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോപ്സ് അറിയിച്ചിട്ടുണ്ട്. ഇസ്രായേലിലെ വിവിധയിടങ്ങളിലും ഗൾഫിലെ US സൈനിക കേന്ദ്രങ്ങളുമാണ് ഡ്രോൺ ആക്രമണം നടത്തിയതെന്ന് ഇറാൻ അറിയിച്ചു. ഗുരുവായൂരിലെ BJP സ്ഥാനാർത്ഥി വി ഗോപാലകൃഷ്ണന്റെ വിദ്വേഷ പരാമർശങ്ങൾക്കെതിരെ കർശന നടപടിയുമായി ഹൈക്കോടതി. ഗോപാലകൃഷ്ണന്റെ പ്രസ്താവന രാജ്യത്തിനും സമൂഹത്തിനും ഉണ്ടാക്കിയ ആഘാതം എങ്ങനെ മറികടക്കുമെന്നും ഇത് തടയാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ത് നടപടിയാണ് സ്വീകരിച്ചതെന്നും കോടതി ചോദിച്ചു. വിദ്വേഷ പ്രസംഗങ്ങൾ ജനാധിപത്യ പ്രക്രിയയും സാമൂഹിക ഐക്യത്തെയും തകർക്കുന്നതാണെന്ന് കോടതി നിരീക്ഷിച്ചു. ഇത്തരം പ്രവണതകൾക്കെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സ്വീകരിച്ച നടപടികൾ വിശദീകരിക്കാൻ കോടതി ആവശ്യപ്പെട്ടു. ഗുരുവായൂരിൽ കഴിഞ്ഞ 50 വർഷമായി ഹിന്ദു MLA ഇല്ലെന്ന് ഇടത് വലത് മുന്നണികൾ ഹിന്ദു വിഭാഗത്തിൽ നിന്നുള്ളവരെ സ്ഥാനാർത്ഥികളായി പരിഗണിക്കുന്നില്ലെന്നായിരുന്നു ഗോപാലകൃഷ്ണന്റെ പ്രകോപനപരമായ പ്രസംഗം. മലപ്പുറം ജില്ലയിലെ സ്ഥാനാർത്ഥി നിർണയത്തെയും വർഗീയമായ രീതിയിൽ അദ്ദേഹം പരാമർശിച്ചു. വിദ്വേഷ പ്രസംഗം വിവാദമായതോടെ മണ്ഡലം വരണാധികാരി ഷീബ S നൽകിയ പരാതിയിൽ ഗോപാലകൃഷ്ണനെതിരെ പോലീസ് FIR രജിസ്റ്റർ ചെയ്തു. വിവിധ വിഭാഗങ്ങൾക്കിടയിൽ ശത്രുത വളർത്താൻ ശ്രമിച്ചതിന് 3 വർഷം വരെ തടവ് ലഭിക്കാവുന്ന കുറ്റമാണ് ചെയ്തിരിക്കുന്നതെന്നും കോടതി പറഞ്ഞു. മതവികാരം വ്രണപ്പെടുത്തുന്ന തരത്തിൽ പ്രചരണം നടത്തിയതിനും കേസെടുത്തിട്ടുണ്ട്. സംഭവത്തിൽ ജില്ലാ കളക്ടറോട് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ U കേൽക്കർ റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. റിപ്പോർട്ട് ലഭിച്ച ഉടനെ തുടർ നടപടികൾ ഉണ്ടാകുമെന്നും വർഗീയ പരാമർശങ്ങൾക്കെതിരെ വിട്ടുവീഴ്ചയില്ലാതെ നടപടി സ്വീകരിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. സൗത്ത് ബസാർ ഫ്ലൈ ഓവർ യാഥാർത്ഥ്യത്തേക്ക്. നിരന്തരമായ തടസ്സപ്പെടുത്തലുകളും കടമ്പകളും കടന്നു കണ്ണൂർ നഗരത്തിലെ ഗതാഗത കുരുക്കഴിക്കാനുള്ള സ്വപ്ന പദ്ധതിയായ സൗത്ത് ബസാർ ഫ്ലൈ ഓവർ യാഥാർത്ഥ്യത്തിലേക്ക്. സ്ഥലം MLA കൂടിയായ രാമേന്ദ്രൻ കടന്നപ്പള്ളിയുടെ വിട്ടുവീഴ്ചയില്ലാത്ത ഇടപെടലിന്റെ ഭാഗമായി 80% സ്ഥലം ഏറ്റെടുത്തു. നഗരത്തിലെ തിരക്കേറിയ തെക്കി ബസാർ, AKG സർക്കിൾ, കാൽടെക്സ് ജംഗ്ഷൻ ഭാഗത്തെ ഗതാഗതക്കുരുക്ക് ഒഴിവാക്കാനാണ് കിഫ്ബിയിൽ ഉൾപ്പെടുത്തി ഫ്ലൈ ഓവർ നിർമ്മിക്കാൻ LDF സർക്കാർ 130 കോടിയുടെ അനുമതി നൽകിയത്. ഏറ്റെടുത്ത കെട്ടിടങ്ങൾ പൊളിക്കാൻ തുടങ്ങി. ഉടൻ ടെൻഡർ നടപടി കടക്കും. തുടക്കം മുതൽ പദ്ധതിക്കെതിരെ ഒരു വിഭാഗം തെളിഞ്ഞും ഒഴിഞ്ഞും പാര പണിതുകൊണ്ടാണ് പദ്ധതി നീണ്ടുപോയത്. പ്രധാനമായും കുത്തിത്തിരിപ്പുമായി എത്തിയത് കണ്ണൂർ കോർപ്പറേഷൻ ഭരണകർത്താക്കളായ UDF നേതാക്കൾ തന്നെയായിരുന്നു. നഗരവികസനത്തിന് നേതൃത്വം നൽകേണ്ട മേയർ അടക്കമുള്ളവർ പദ്ധതിക്കെതിരെ രംഗത്തിറങ്ങി. ഭൂമി ഏറ്റെടുക്കാൻ നേതൃത്വം നൽകേണ്ടവർ തന്നെ മുന്നിട്ടിറങ്ങിയതോടെ എതിർപ്പ് ശക്തമായി. നഗരത്തിൽ നിന്ന് കിലോമീറ്ററുകൾ അകലെ നിർമ്മിക്കുന്ന പുതിയ ദേശീയപാത ചൂണ്ടിക്കാട്ടി ഫ്ലൈ ഓവർ വേണ്ട എന്നായിരുന്നു വാദം. ഇക്കാര്യം ഉന്നയിച്ച് മന്ത്രിമാരെ കണ്ടു. സ്ഥലമെടുപ്പിനെതിരെ 60-ൽ പരം പേർ നിയമ നടപടികളിലേക്ക് നീങ്ങി. ഇതിനൊക്കെ മറികടന്നാണ് പദ്ധതി യാഥാർത്ഥ്യമാകുന്നത്. ദേശീയപാത 66-ൽ കിംസ്റ്റ് ആശുപത്രിക്ക് സമീപത്ത് നിന്ന് തുടങ്ങി ട്രെയിനിങ് സ്കൂളിന് സമീപം അവസാനിക്കുന്ന നിർദ്ദിഷ്ട ഫ്ലൈ ഓവറിന് 10 മീറ്റർ വീതിയും 1093 മീറ്റർ നീളവും ഉണ്ടായിരിക്കും. താഴെ ഇരുവശത്തും 7 മീറ്റർ സർവീസ് റോഡും നടപ്പാതയും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മുഴുവൻ സ്ഥലവും ലഭ്യമല്ലാത്തതിനാൽ 150 സെന്റ് ഭൂമിയും അനുബന്ധ കെട്ടിടങ്ങളുമാണ് ഏറ്റെടുക്കേണ്ടി വന്നത്. അർഹമായ നഷ്ടപരിഹാര തുക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. തിരയിളകി LDF കണ്ണൂർ മണ്ഡലം സ്ഥാനാർത്ഥി രാമേന്ദ്രൻ കടന്നപ്പള്ളിയുടെ പൊതുപര്യടനം ആരംഭിച്ചു. മുണ്ടേരി പഞ്ചായത്തിലെ കുന്നത്തുചാലിൽ ആബാലവൃത്തത്തെ സാക്ഷിയാക്കി CPM കേന്ദ്ര കമ്മിറ്റി അംഗം EP ജയരാജൻ ഉദ്ഘാടനം ചെയ്തു. കുട്ടികൾ മുതൽ പ്രായമായവർ വരെ ഉറ്റതോഴനായ കടന്നപ്പള്ളിയെ ഓരോ കേന്ദ്രത്തിലും അത്യാവശ്യത്തോടെയാണ് വോട്ടർമാർ വരവേറ്റത്. ചുവപ്പ് മാലയണിയിച്ചും പൂക്കൾ നൽകിയും ഷാളണിയിച്ചും ഇഷ്ടം പ്രകടിപ്പിച്ചു. പടക്കം പൊട്ടിച്ചും താളമേളങ്ങളുടെ മുത്തുകുടകളുടെ അകമ്പടിയോടാണ് ജനനായകനെ നാട് സ്വീകരിച്ചത്. കൂടുതൽ വികസനവും ക്ഷേമവും ജനങ്ങളിലെത്തിക്കാൻ LDFനെ 3ാം തവണയും ഭരണത്തിലേറ്റണമെന്നും അതിനായി തന്നെ വിജയിപ്പിക്കണമെന്നും കടന്നപ്പള്ളി അഭ്യർത്ഥിച്ചു. കുന്നത്തുചാലിൽ നിന്ന് തുടങ്ങി 15 കേന്ദ്രങ്ങളിൽ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി രാത്രി 9ഓടെ അയ്യപ്പൻമലയിൽ ജൈത്രയാത്ര സമാപിച്ചു. LDF നേതാക്കളായ KP സഹദേവൻ, ബാബു ഗോപിനാഥ്, N ചന്ദ്രൻ, PK ശബരീഷ്, KP പ്രശാന്തൻ, വെള്ളൂർ രാജൻ, EPR വേശാല, രാകേഷ് മന്തമ്പേത്ത്, MP മുരളി, ധീരജ്, O ഗോപാലകൃഷ്ണൻ, P അജയ്കുമാർ, VK പ്രകാശിനി, വൈഷ്ണവ് മഹേന്ദ്രൻ, P മമ്മൂട്ടി, T രാജൻ, VV ലക്ഷ്മണൻ, മേപ്പാട് ഗംഗാധരൻ, P ചന്ദ്രൻ, V രഞ്ജിത്ത്, അമ്പൻ രാജൻ, CP രഞ്ജിത്ത്, KC രതീശൻ, CH ശ്രീനിവാസൻ, P സുമേശൻ, PK സനേഷ് എന്നിവർ വിവിധ കേന്ദ്രങ്ങൾ സംസാരിച്ചു. തലാപ്പ് ശ്രീ സുന്ദരക്ഷേത്രം ഉത്സവത്തോടനുബന്ധിച്ചുള്ള കൊടിയേറ്റ ചടങ്ങിലും പങ്കെടുത്തു. തെക്കി ബസാറിലെ ചർച്ച്, തലാപ്പ് ഹൃദയറാം, മേലച്ചുവ ലോക്നാഥ് വിവേഴ്സ് സൊസൈറ്റി എന്നിവിടങ്ങളിലും വീടുകളും സന്ദർശിച്ചു. വോട്ടർമാരെ കണ്ട ശേഷമായിരുന്നു പൊതുപര്യടനം. EP ലത, ഡോക്ടർ വത്സല, നവീൻ
മുള്ളങ്കണ്ടി രവി, KP അനിൽകുമാർ, മനോജ്, രമേശൻ, സനീഷ് എന്നിവരും ഒപ്പമുണ്ടായിരുന്നു. ശനിയാഴ്ച ഉച്ച കഴിഞ്ഞ് 3 മണിക്ക് തങ്കേക്കുന്നിൽ നിന്ന് ആരംഭിച്ച് രാത്രി 8-ന് തക്കാളിപ്പീടിക സമാപിക്കും. സ്ഥാനാർത്ഥിയെ അപകീർത്തിപ്പെടുത്തുന്ന പരാതി. അഴീക്കോട് മണ്ഡലം LDF സ്ഥാനാർത്ഥി KV സുമേഷിനെതിരെ വ്യക്തിഹത്യ നടത്തുമെന്നും അപകീർത്തിപ്പെടുത്തുന്നതുമായ തെരുവ് പ്രസംഗങ്ങൾ UDF മുന്നണി നടത്തിവരുന്നതായി ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസറായ കലക്ടർക്ക് LDF മണ്ഡലം സെക്രട്ടറി M പ്രകാശൻ മാസ്റ്റർ പരാതി നൽകി. 2026 മാർച്ച് 24-ന് അഴീക്കോട് മണ്ഡലത്തിലെ മൂന്നേരത്ത് ടൗൺ ഉൾപ്പെടെയുള്ള വിവിധ കേന്ദ്രങ്ങളിൽ ഇത്തരത്തിലുള്ള അപകീർത്തി പരാമർശങ്ങൾ നടത്തിയതായി പരാതിയിൽ പറഞ്ഞു. തെരുവ് പ്രസംഗങ്ങൾ നടത്തി ഇതിന്റെ വീഡിയോ പകർത്തുകയും ഇവ സമൂഹ മാധ്യമങ്ങൾ വഴി പ്രചരിപ്പിക്കുമാണ് ചിലരുടെ നേതൃത്വം ചെയ്തു വരുന്നതെന്ന് പരാതിയിൽ പറഞ്ഞു. ഇത് തെരഞ്ഞെടുപ്പ് ചട്ടവിരുദ്ധമാണെന്നും സ്ഥാനാർത്ഥി പ്രതികരിക്കുന്ന പാർട്ടിയെയും അപകീർത്തിപ്പെടുത്തുന്ന ഇത്തരം നടപടികൾക്ക് നേതൃത്വം നൽകുന്നവർക്കെതിരെയും UDF സ്ഥാനാർത്ഥികൾക്കെതിരെയും നിയമ നടപടി സ്വീകരിക്കണമെന്നും പരാതിയിൽ ആവശ്യപ്പെട്ടു. മെറ്റയോട് ആവശ്യപ്പെട്ടത് മോശം കമന്റുകൾ നീക്കാൻ വിശദീകരണവുമായി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ. നിയമസഭാ തെരഞ്ഞെടുപ്പ് നടപടികൾ പുരോഗമിക്കവേ VD സതീശന്റെ അഭിമുഖത്തിന്റെ വീഡിയോ നീക്കം ചെയ്ത വിഷയത്തിൽ വിശദീകരണവുമായി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ. പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ അഭിമുഖം സമൂഹ മാധ്യമങ്ങളിൽ നിന്ന് നീക്കം ചെയ്യാൻ ആവശ്യപ്പെട്ടിട്ടില്ല. മെറ്റയോട് ആവശ്യപ്പെട്ടത് മോശം കമന്റുകൾ നീക്കം ചെയ്യാനായിരുന്നു. എന്നാൽ അവർ അബദ്ധത്തിൽ ആ വീഡിയോ തന്നെ നീക്കം ചെയ്തു. രത്തൻ യു കേൽക്കർ വ്യക്തമാക്കി. വീഡിയോ നീക്കം ചെയ്ത നടപടി ഉടൻ പിൻവലിക്കുമെന്ന് അദ്ദേഹം അറിയിച്ചു. ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്ത വീഡിയോക്ക് താഴെ വന്ന കമന്റുകൾ തെരഞ്ഞെടുപ്പ് ചട്ടങ്ങളുടെ വിരുദ്ധമായിരുന്നു. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സൈബർ പെട്രോളിങ്ങിന്റെ ഭാഗമായാണ് മെറ്റയോട് കമന്റുകൾ നീക്കം ചെയ്യാൻ ആവശ്യപ്പെട്ടത്. സൈബർ പെട്രോളിങ്ങിന്റെ ഭാഗമായി ഉദ്യോഗസ്ഥർ എല്ലാ ജില്ലാ കളക്ടർമാരുടെ ഓഫീസുകളിലും പ്രവർത്തിക്കുന്നുണ്ട്. ഈ ഉദ്യോഗസ്ഥർ ഇത്തരത്തിൽ എല്ലാ പ്രവർത്തികളും നിരീക്ഷിക്കുന്നുണ്ടെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തത്വങ്ങൾക്ക് വിരുദ്ധമായ കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ നടപടി സ്വീകരിക്കുമെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കൂട്ടിച്ചേർത്തു. ബീഹാറിൽ 3 കുട്ടികളെ അമ്മാവൻ കട്ടർ ഉപയോഗിച്ച് കഴുത്തറുത്തു കൊന്നു. ബീഹാറിലെ ഔറംഗാബാദിലാണ് സംഭവം. പേപ്പർ മുറിക്കാൻ ഉപയോഗിക്കുന്ന മൂർച്ചയുള്ള കട്ടർ ഉപയോഗിച്ചാണ് കുട്ടികളുടെ അവരുടെ അമ്മാവൻ കൊലപ്പെടുത്തിയതെന്നാണ് റിപ്പോർട്ട്. പ്രതിയായ അമന്ത് പാൽ കൊലപാതകത്തിന് ശേഷം ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചതായും റിപ്പോർട്ടുകളുണ്ട്. ഇയാളെ പട്നയിലെ ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. ഹസാപുര പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് അരുംകൊല നടന്നത്. അനീഷ് കുമാർ 10, ആയുഷ് കുമാർ 7, അനുഷ്ക കുമാരി 5 എന്നിവരാണ് കൊല്ലപ്പെട്ടത്. കുടുംബ വഴക്കാണ് കൊലപാതകത്തിന് പിന്നിലെ കാരണമെന്നാണ് കരുതുന്നതായി പോലീസ് പറഞ്ഞു. പോലീസ് പറയുന്നതനുസരിച്ച് രാവിലെ വീട്ടിൽ നിന്നിറങ്ങിയ അമന്ത് പാൽ തിരിച്ചെത്തി വാതിൽ മുട്ടിയപ്പോൾ സഹോദര ഭാര്യ അനിതാദേവി വാതിൽ തുറക്കാൻ കുറച്ച് സമയമെടുത്തു. കുളിച്ചുകൊണ്ടിരിക്കുന്നതിനാലാണ് വാതിൽ തുറക്കാൻ വൈകിയത്. എന്നാൽ വീടിനകത്ത് കയറിയ അമന്ത് പാൽ സ്പീക്കർ ഉച്ചത്തിൽ വെക്കുകയും തുടർന്ന് കുട്ടികളെ ഓരോരുത്തരായി കഴുത്തറുത്ത് കൊലപ്പെടുത്തുകയുമായിരുന്നു. തുടർന്ന് അമന്ത് പാൽ ആത്മഹത്യക്ക് ശ്രമിച്ചു. ബഹളം കെട്ട് സംഭവ സ്ഥലത്തെത്തിയ നാട്ടുകാർ 3 മൃതദേഹങ്ങൾക്ക് സമീപം കഴുത്തടുത്ത നില രക്തം വാർന്ന് കിടക്കുന്ന അമന്ത് പാലിനെയാണ് കണ്ടത്. തുടർന്ന് അയാളെ അടുത്തുള്ള ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു. പ്രതിഭയ്ക്കെതിരെ അധിക്ഷേപം. മുസ്ലിം ലീഗ് നേതാവിനെ അറസ്റ്റ് ചെയ്തു. കായംകുളത്തെ LDF സ്ഥാനാർത്ഥി പ്രതിഭയെ പരസ്യമായി അപമാനിച്ച UDF മണ്ഡലം കൺവീനറും മുസ്ലിം ലീഗ് നേതാവുമായ ഇർഷാദ് ചക്കാലശ്ശേരിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തി. കായംകുളം പോലീസാണ് ഇർഷാദിനെ അറസ്റ്റ് ചെയ്തത്. ശേഷം പ്രതിയെ ജാമ്യത്തിൽ വിട്ടു. സ്ത്രീകളുടെ അഭിമാനം ക്ഷതപ്പെടുത്തൽ, തെരഞ്ഞെടുപ്പ് ഫലത്തെ സ്വാധീനിക്കും വിധം തെറ്റായ പ്രസ്താവന നടത്തൽ, അപകീർത്തിപ്പെടുത്തൽ തുടങ്ങിയ വകുപ്പുകൾ ഉപയോഗപ്പെടുത്തിയാണ് കേസ്. ചൊവ്വാഴ്ച നടന്ന UDF കൺവെൻഷനിലാണ് അധിക്ഷേപം. KC വേണുഗോപാൽ MP, DCC പ്രസിഡന്റ് B ബാബുപ്രസാദ്, സ്ഥാനാർത്ഥി M ലിജു തുടങ്ങിയവരെ സാക്ഷി നിർത്തിയായിരുന്നു ഇർഷാദിൻ്റെ അപമാനിക്കൽ. പരാമർശത്തിൽ മഹിളാ അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനും പരാതി നൽകിയിരുന്നു. പരാതി ഉയർന്നതോടെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ കളക്ടറോട് പ്രശ്നത്തിൽ ഇടപെടാൻ ആവശ്യപ്പെട്ടു. വ്യക്തിഹത്യ ലക്ഷ്യമിട്ടുള്ള ആക്ഷേപകരമായ പരാമർശത്തിൽ മാതൃകാ പെരുമാറ്റച്ചട്ട ലംഘനം ശ്രദ്ധയിൽപ്പെട്ടതിനാൽ കേസ് എടുക്കാൻ കളക്ടർ K ഇമ്പശേഖർ നിർദ്ദേശിക്കുകയായിരുന്നു.
MP സ്ഥാനം BJPക്ക് ദാനം ചെയ്തവർ ഇടതുപക്ഷത്തെ പഠിപ്പിക്കേണ്ട KC വേണുഗോപാലിന് വൃന്ദ കാരാട്ടിൻ്റെ മറുപടി. AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലിനെതിരെ രൂക്ഷ വിമർശനവുമായി CPM പോളിറ്റ് ബ്യൂറോ അംഗം വൃന്ദ കാരാട്ട്. സ്വന്തം പാർട്ടിയുടെ MP സ്ഥാനം BJPക്ക് അടിയറ വെച്ചവരാണ് ഇടതുപക്ഷത്തിനെതിരെ ഡീൽ ആരോപണവുമായി വരുന്നതെന്ന് വൃന്ദ പരിഹസിച്ചു. കേരളത്തിൽ CPM BJP തങ്ങാത്തമുണ്ടെന്ന വേണുഗോപാലിൻ്റെ ആരോപണത്തിൽ മറുപടി നൽകിയായിരുന്നു അവർ. കാട്ടാക്കട മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥി IB സതീഷിൻ്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു വൃന്ദ കാരാട്ട്. കോൺഗ്രസിൻ്റെ BJP പ്രീണനത്തിൽ ചരിത്രപരമായ തെളിവുകളുണ്ടെന്ന് അവർ ചൂണ്ടിക്കാട്ടി. കഴിഞ്ഞ രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് MLAമാരാണ് BJPക്ക് വേണ്ടി വോട്ട് ചെയ്തത്. ഇത് ആരെ സഹായിക്കാനായിരുന്നുവെന്ന് വൃന്ദ ചോദിച്ചു. കേരളത്തിലെ ഒരു കോർപ്പറേഷനിൽ BJP അധികാരത്തിൽ വന്നത് കോൺഗ്രസ് വോട്ടുകൾ കുത്തനെ കുറഞ്ഞപ്പോഴാണെന്നും ആ വോട്ടുകൾ BJPക്ക് സമ്മാനിച്ചത് കോൺഗ്രസ് തന്നെയാണെന്നും വൃന്ദ കാരാട്ട് പറഞ്ഞു. നരേന്ദ്രമോദിയും RSSും ഇന്ത്യൻ ഭരണഘടനയെ ഒരിക്കലും അംഗീകരിക്കുന്നില്ലെന്ന് വൃന്ദ കാരാട്ട് പറഞ്ഞു. അവർക്ക് വഴികാട്ടി മനുസ്മൃതിയാണ്. രാജ്യത്തിൻ്റെ മതേതത്വം തകർക്കാൻ ശ്രമിക്കുന്ന BJPക്കെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത പോരാട്ടം നടത്തുന്നത് ഇടതുപക്ഷമാണെന്നും അവർ കൂട്ടിച്ചേർത്തു. LDF സർക്കാരിൻ്റെ ഭരണ നേട്ടങ്ങളും സ്ത്രീ സുരക്ഷാ പദ്ധതികളും കേരളത്തിലെ ജനങ്ങൾക്കറിയാം. വികസന തുടർച്ചയ്ക്കായി IB സതീശനെ വൻ ഭൂരിപക്ഷത്തിൽ വിജയിപ്പിക്കണമെന്ന് വൃന്ദ അഭ്യർത്ഥിച്ചു. UDFും BJPയും തമ്മിലുള്ള അന്തർധാരയാണ് യഥാർത്ഥത്തിൽ കേരളം ചർച്ച ചെയ്യേണ്ടതെന്നും അവർ പറഞ്ഞു. ഇതോടെ ഇന്നത്തെ ആസാദി വാർത്തകൾ സമാപിക്കുന്നു. വീണ്ടും നാളെ കാണാം. നന്ദി, നമസ്കാരം.